അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ തെളിവുകൾ പലപ്പോഴും അങ്ങേയറ്റം ദുർബലമായിരിക്കും. ഒരിക്കൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാമെന്ന് പറയുന്ന ഖബറിനരികിൽ പോയി സഹായം തേടുന്ന ഒരു മനുഷ്യൻ, അയാളും മറ്റൊരാളും തമ്മിൽ തർക്കമായി. അയാൾ പറഞ്ഞു, ശുഹദാക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അവർ മരിച്ചിരിക്കുന്ന ആളുകളല്ല, ഫഹും അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ അല്ലാഹുവിന്റെ അരികിൽ ജീവനോടെ ഇരിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ അരികിൽ ജീവനോടെ ഇരിക്കുന്നവരോട് ചോദിക്കാൻ പറ്റുമോ? അതൊക്കെ വേറെ കാര്യമാണ്. ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ അവരോട് തേടാൻ പറ്റുമോ? അത് അടുത്ത ചോദ്യമാണ്. പക്ഷേ അയാൾ വലിയ തെളിവായി പറഞ്ഞതാണ്, അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ തങ്ങളുടെ റബ്ബിന്റെ അരികിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ഇയാൾ തർക്കിക്കുന്ന ആൾ സാധാരണക്കാരനാണ്. അയാൾ പറഞ്ഞതിന്റെ ബാക്കി കൂടി ഓതിയാൽ മതി. എന്താണ് ഇതിന്റെ ബാക്കി? അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ നിന്ന് ഉപജീവനം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫഹും യർസുഖൂൻ എന്നല്ല പറഞ്ഞത്, അവരാണ് ഉപജീവനം നൽകുന്നത് എന്നാണ് അല്ലാഹു പറഞ്ഞത്. അല്ല, ഫഹും യുർസഖൂൻ, അവർക്ക് അല്ലാഹുവാണ് ഉപജീവനം നൽകുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി, അവന്റെ വിചാരണ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മാത്രമാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു അല്ലാത്തവരെ ഒരാൾ ദുആ ചെയ്താൽ അല്ലാഹു പറയുന്നു, അവന്റെ വിചാരണ എൻ്റെ പക്കലാണ്, ഞാനാണ് അവന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുത്തനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ ലക്ഷ്യം പറയാൻ അവനെ പറഞ്ഞേക്കുമ്പോൾ, ഇപ്പോൾ പോയിക്കോ, ഇനി എന്തെങ്കിലും കാണിച്ചാൽ എൻ്റെ അടുത്തേക്കാണ് വരാനുള്ളത്, എൻ്റെ കാര്യം ഞാനാണ് തീരുമാനിക്കുക എന്ന് പറയാൻ പോയിട്ട് എന്തായിരിക്കും? മാലിക്കുൽ മുലൂക്കായ അസീസായ ജബ്ബാറായ അല്ലാഹു ആണ് പറയുന്നത്, ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി, അവന്റെ വിചാരണ അല്ലാഹുവിന്റെ അരികിലാണ്. അവന്റെ വിചാരണ ഒരാൾക്ക് വിട്ടുകൊടുക്കുന്നതല്ല, അവനെ ഞാനാണ് ചോദ്യം ചെയ്യാനുള്ളത്. ചില്ലറ കാര്യമല്ലാതെ, ചെറിയ താക്കീതല്ലാതെ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, ഒരിക്കലും കുഫാറുകൾ, കാഫിരീങ്ങൾ അവർ വിജയിക്കുകയില്ല. ഈ ആയത്ത് 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് ഒരു തെളിവില്ല. 2, അവന്റെ വിചാരണ അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത രൂപത്തിൽ വിചാരണ നടത്തുന്നതാണ്. 3-ാമത്തെ കാര്യം, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവൻ കാഫിറാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, കാഫിറുകൾ വിജയിക്കുകയില്ല എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഈ ആയത്ത് അല്ലാഹു അല്ലാത്തവരെ ദുആ ചെയ്യുന്നത് കുഫ്റാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവുകളിൽപ്പെട്ടതാണ്.